വിവാദ ചിത്രം കേരള സ്റ്റോറി 2-ന്റെ പ്രദർശനം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികളിൽ ഇന്നും ഹൈക്കോടതിയിൽ വാദം തുടരും. തീരുമാനം ഉണ്ടാകുന്നവരെ ഈ ചിത്രത്തിന്റെ റിലീസ് പാടില്ല എന്ന് ഹൈക്കോടതി വാക്കാൽ പറഞ്ഞിരുന്നു. നേരത്തെ കോടതി സിനിമ കാണാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സമയക്കുറവ് മൂലം അതിന് കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 3 ദിവസമായി കേരള സ്റ്റോറി 2വുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതിക്ക് മുമ്പാകെ ഉണ്ട്. സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിക്കണം എന്നുള്ളതാണ് ഹർജിക്കാരുടെ ആവശ്യം. അതിന്മേൽ ഇന്നലെ ഹർജിക്കാരെയും അതോടൊപ്പം തന്നെ സെൻസർ ബോർഡിനെയും നിർമ്മാതാക്കളെയും ഒക്കെ ഇന്നലെ ഹൈക്കോടതി കേട്ടിരുന്നു. ഇന്നും ആ ഹർജിയിന്മേൽ വിശദമായ വാദം ആരംഭിക്കും. രാവിലെ 9:45 ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഹർജിക്കാർ പറയുന്നത് ഇത് കേരളത്തിന്റെ അന്തസ്സത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു ചിത്രമാണ്. ഇത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള, ഇത് കൃത്യമായ പ്രൊപ്പഗണ്ടയുടെ അടിസ്ഥാനത്തിൽ ദുഷ്ടരാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന ചിത്രമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. നിർമ്മാതാക്കളാക്കട്ടെ കൃത്യമായി സെൻസർ ലഭിച്ച ശേഷമാണ് ഞങ്ങൾ ഈ ചിത്രവുമായി മുന്നോട്ട് വരുന്നത്. ഇതൊരു സിനിമ മാത്രമാണ്, അതോടൊപ്പം തന്നെ ചില വസ്തുതകൾ ഇതിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കോടതി വിഷയത്തിൽ നേരത്തെ സ്വീകരിച്ച നിലപാട് സിനിമ കാണാമെന്നാണ്. പക്ഷേ സമയപരിമിതിയെ തുടർന്ന് സിനിമ കാണാനുള്ള സാഹചര്യം നിലവിലില്ല എന്ന് കോടതി ഇന്നലെ അറിയിച്ചിരുന്നു. ഇന്നും ഈ ഹർജിയിന്മേൽ വിശദമായ വാദം കേൾക്കും. ഈ ഹർജിയിന്മേൽ തീർപ്പുണ്ടാകുന്നതുവരെ സിനിമയുടെ റിലീസ് പാടില്ല എന്ന നിലപാടിലാണ് ഹൈക്കോടതി ഉള്ളത്. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന വാദം ഏറെ നിർണായകമാണ്. ഹൈക്കോടതി വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. നാളെയാണ് ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ റിലീസ് നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.